അവിടെ രാവിലെ ചെല്ലുമ്പോൾ അവർ വിളിക്കുന്നത് പട്ടികൾ വന്നെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. പട്ടിക ജാതി ആയതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് പട്ടികളെന്നാണ്. പട്ടികൾ വന്നിട്ടുണ്ട്, പേപ്പട്ടികൾ വന്നിട്ടുണ്ട്, ഇതാണ് ഞങ്ങളെ പറയുന്നത്. ഞങ്ങൾ കടകംപള്ളി സോണല്ല, അണുമുഖം വാർഡ് ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങളിപ്പോൾ ഒരു 10 പേര് അംഗങ്ങളായിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങളിപ്പോൾ 5 പേര്, ഒരാളും കൂടെ ഉണ്ട് ഫോട്ടോ കോപ്പി എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരെ ജോലി പോകുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ഒരു രീതിയിൽ ഇറങ്ങേണ്ടി വരെ വന്നത്. പട്ടിക ജാതി ആയത് ഞങ്ങളെ തെറ്റല്ല, ഞങ്ങളിപ്പം ഈ ജാതി ആയിപ്പോയത്. ഇപ്പം കുറവിനും വിലയിനും ആയെന്നും പറഞ്ഞ് അത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല. ഞങ്ങൾ ജനിച്ചപ്പോൾ ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പട്ടികളാണെങ്കിലും ഞങ്ങൾ ഈ പുഴു അരിച്ചത് കൊണ്ടുവന്ന് അത് കൊണ്ടു കൊടുത്തൊരു കാലം അവർക്കുണ്ടായിരുന്നു. ആ സമയത്ത് ആ പണം വാങ്ങിയിട്ടാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൊണ്ടു കൊടുക്കുന്ന പൈസ എല്ലാം അക്കൗണ്ടിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനാണ് 10% അതിൽ നിന്ന് പിടിച്ചിടുമായിരുന്നു ഞങ്ങൾ കൊടുക്കുന്നതിന്. അപ്പോൾ അത് പിടിച്ചിട്ടത് അതിന് ഞങ്ങളെ ഇപ്പോൾ കൂടെ ഉള്ള രജനിയുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ CDS ആയ സിന്ധു മേഡം പറഞ്ഞു, സിന്ധു ശശി മേഡം ചോദിച്ചത്, ഇത് കണ്ടിട്ടാണോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ ഇരിക്കുന്നതെന്ന്. ഞങ്ങൾ പിന്നെ ഈ വരുമാനം അല്ലാതെ പിന്നെ എന്ത് വരുമാനം കണ്ടിട്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ ഒരു വരുമാനമേ ഉള്ളൂ. എന്നിട്ട് ചോദിച്ച ചോദ്യമാണ് അവിടെ ഇരിക്കുന്നവർ ചോദിക്കും, ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ വിറ്റ് നിങ്ങൾ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്ന്. അപ്പം ഞങ്ങൾ ഈ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് ഞങ്ങളടുത്ത് ചോദിക്കുന്നത്, പറയുന്നത് നിങ്ങൾ പോയി ഞങ്ങൾ പോയി അങ്ങനെ പോയി നടന്ന് ഞങ്ങൾ പണം ഉണ്ടാക്കി ഈ കടങ്ങൾ തീർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ വിൽക്കണമെന്ന്. ഞങ്ങളെ മക്കളെ വിൽക്കാനല്ല ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്. രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഇറങ്ങി രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. പൊടി മക്കളെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയും ഞങ്ങൾക്ക് ഇത് പറ്റില്ല. കാരണം ഇന്ന് രാവിലെ ചെന്നപ്പോഴും സാറ് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങളിവിടെ ഒപ്പിടാൻ പറ്റൂല. ഒപ്പിടാതെ ഞങ്ങൾക്ക് റൂട്ട് ഇറങ്ങണ്ടേ? നിങ്ങളിവിടെ റൂട്ട് ഇറങ്ങണ്ട, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, നിങ്ങൾ റൂട്ട് ഇറങ്ങണ്ട, ജോലിക്ക് ഇനി കയറണ്ട. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നില്ലേ? കാരണം ഈ 11,500 രൂപ കണ്ടില്ല, ആ കണക്ക് ചോദിച്ചു, സാറിന് ഉൾപ്പെടെ പറഞ്ഞു. സാറിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞെന്ന് വെച്ചാൽ അത് പറയാം, നിങ്ങൾ അതൊന്നും തിരക്കണ്ട, നിങ്ങൾ മിണ്ടാതെ നിന്ന് ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്ന്. നിങ്ങൾക്ക് സാലറി വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് തരണം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സാലറി വേണ്ട, കള്ളത്തരം കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് വേണ്ട. കണക്ക് ചോദിക്കുന്നത് CDS ആയാലും ഇപ്പം MEC ആയാലും ചോദിക്കുന്നത് ഞങ്ങളടുത്താണ്. ഈ കണക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കണക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കും? ഈ 11,500 രൂപ ഞങ്ങൾ വെക്കേണ്ടി വരും. എടുക്കാത്ത പൈസ ഞങ്ങൾ എങ്ങനെ വെക്കും? കാരണം അവിടെ നടക്കുന്ന ഒരു അഴിമതി ഞങ്ങൾ പുറത്ത് കാണിച്ചു. 2024 മാർച്ചിൽ ഫെബ്രുവരി മാസത്തിലെ യൂസർ ഫീ കളക്ഷൻ. അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ടില്ല, എങ്കിൽ പോലും എൻ്റെ അറിവിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്, ബാക്കി അവർ പറയും. 2024 മാർച്ചിൽ ഫെബ്രുവരിയിൽ യൂസർ ഫീ കളക്ഷൻ കളക്ട് ചെയ്ത പേയ്മെൻറ്റ് വാർഡ് JH മിനിമോൾ മാഡം, പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് ഇവരെ കയ്യിൽ നിന്ന് ആ യൂസർ ഫീ എല്ലാം അവർ തന്നെ വാങ്ങിക്കുമായിരുന്നു. എല്ലാ ദിവസവും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന യൂസർ ഫീ കളക്ഷൻ അവർ വാങ്ങി മാസം അവസാനമായപ്പോഴത്തേക്കും പിറ്റേ മാസത്തിൽ സാലറി ചോദിച്ച സമയത്ത് ഇവരെ മുമ്പിൽ കൈമലർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവർ തന്നെ പറഞ്ഞത് അവരുടെ കയ്യിൽ നിന്ന് അത് ചിലവായി പോയെന്ന് പറയുകയും പിന്നീട് ആ പൈസ കണക്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ പറയുകയും ചെയ്തതിന് പ്രകാരം ഇവർ വീണ്ടും പോയി 2 ലക്ഷം രൂപയുടെ തിരിമറിയാണ് ആ സമയത്ത് ഉണ്ടായത്. ഈ 2 ലക്ഷം രൂപ വീണ്ടും കണക്കിൽ കാണിക്കണം, കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വീണ്ടും പറഞ്ഞ് പേടിയാക്കി. അപ്പം പേടിച്ചതിൻ്റെ പേരിൽ ഇവർ ഓടി നടന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ആഭരണങ്ങൾ കടം വാങ്ങിക്കുകയും അതുകൊണ്ടൊന്ന് പണയം വെച്ച് പിന്നെ പലിശയ്ക്ക് പൈസ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഈ 2 ലക്ഷം രൂപ വീണ്ടും കൊണ്ടുവന്ന് ഈ വാർഡിൽ നമ്മൾ ഹരിതകർമ്മസേനയിൽ തന്നെ ഒരു സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റും ഉണ്ട്. ഈ സെക്രട്ടറി സുചിത്രയും വാർഡ് JH മിനിമോൾ മാഡവും കൂടി ആയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവർ സെക്രട്ടറിയുടെ കയ്യിൽ പിന്നെ കൊണ്ടുവന്ന് വീണ്ടും പൈസ കൊടുക്കുകയാണ്. ആ പൈസ കൊടുത്ത ടൈമിൽ ആ പൈസേനെ എടുത്ത് ഇവർ മറിച്ച്. പക്ഷേ പിന്നെ ഈ മാർച്ച് മാസത്തിൽ 21-ാം തീയതി, അത് ആ ബാങ്ക് പാസ്ബുക്കിൽ തന്നെ തെളിവുണ്ട്, 21-ാം തീയതി പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു 47,000 രൂപ, അതും അശ്വതി ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, അശ്വതി കൊടുത്തതിന് പ്രകാരം ആ 47 രൂപ മാത്രം കണക്കിൽ കാണിക്കുകയും ഓരോരുത്തർക്ക് അവർ 5,200 രൂപ വെച്ച് സാലറി കൊടുത്തെന്ന് പറഞ്ഞ് കണക്ക് കാണിച്ചിരിക്കുന്നു. പക്ഷേ പാസ്ബുക്കിൽ അങ്ങനെ ഒരു സാലറി ആർക്കും കൊടുത്തിട്ടില്ല. ഒരാൾക്ക് 1-2 പേർക്ക് മാത്രം 12,000 രൂപ വെച്ച് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ആർക്കും ശമ്പളം കൊടുത്തിട്ടുമില്ല. എന്നാൽ ഇവർ നമ്മൾ നഗരസഭയുടെ ബുക്കുണ്ട്, നമുക്ക് 11 ബുക്കുണ്ട്, അതിൽ യൂസർ ഫീ കളക്ഷൻ്റെ ബുക്കുണ്ട്, സാലറി കളക്ഷൻ്റെ ബുക്കുണ്ട്. അപ്പം ആ ബുക്കിലെല്ലാം ഇവർ തന്നെ സ്വന്തം ഇഷ്ടത്തിന് കള്ളക്കണക്കുകൾ എഴുതുകയും ആ കണക്കിൽ എന്നിട്ട് ഇവരെ ഒപ്പ് തന്നെയും അവർ തന്നെ ഇഷ്ടത്തിന് ഇട്ട് വെക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങളത് അപ്പോൾ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ തന്നെ അത് അവരടുത്ത് എനിക്കത് മനസ്സിലായി. ഇപ്പോൾ ജോലിക്ക് കയറിയ സമയത്ത് തന്നെ എൻ്റെ നേരെയും കുറേ പ്രഷറുകളുണ്ട്, എന്നെ അവിടെ നോട്ടിക്കാൻ നോക്കി. കാരണം 2-3 കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ എൻ്റെ നേരെയും കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ തന്നെ അതിൽ അകപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ നഗരസഭ ചെയർപേഴ്സൺ ഗായത്രി ബാബു മാഡത്തിനെ വീട്ടിൽ പോയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചത്. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, മാഡം അത് നോക്കണം, യൂസർ ഫീ കളക്ഷനൊന്നും കറക്റ്റ് വരുന്നില്ല, JHയും സെക്രട്ടറിയും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രസിഡന്റിന് ഇതിലൊരു പങ്കുമില്ല. പ്രസിഡന്റിൻ്റെ ഒപ്പം കൂടി സെക്രട്ടറിയായ സുചിത്രയാണ് ഈ JHയുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് കണക്കുകളെല്ലാം എടുത്ത്
തിരിമറി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പ്രസിഡന്റ് ഇതെല്ലാം നഗരസഭ അറിഞ്ഞതിൻ്റെ പേരിൽ ഇത് പുറം ലോകം അറിയിക്കാത്ത രീതിയിൽ ഇതൊന്ന് ചുരുക്കി പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയച്ചയുടെ സ്ഥാനം മാറ്റി. പക്ഷേ അവരവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ജയച്ചയുടെ ഹരിതകർമ്മസേനയുടെ സ്ഥാനം മാറ്റിച്ചിട്ട് ആ വാർഡിൽ തന്നെ കരിക്കകം വാർഡിൽ ജയിച്ച് സുജിത് റോയ് സാറിനെ ഞങ്ങളെ ഏൽപ്പിച്ച്, പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഹരിതകർമ്മസേനയുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ സ്ഥാനവും മാറ്റിച്ച് അതിപ്പം സെക്രട്ടറി ഞാനാണ്, പ്രസിഡന്റ് അശ്വതിയാണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ കണക്കിൽ ഞങ്ങൾ ഇടപെട്ട് നല്ല രീതിയിൽ അത് പോയി 3-ാം തീയതി സാലറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം യൂസർ ഫീ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ 5 പേരുടെ കണക്ക് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബാക്കി 5 പേരുടെ കണക്ക് ഞങ്ങൾക്ക് തരുന്നില്ല. കാരണം അതിലൊരാൾ മുൻ സെക്രട്ടറിയായ സുചിത്രയാണ്, സുചിത്രയുടെ അമ്മ ബേബി, പിന്നെ വിഷ്ണു അവളുടെ ഭർത്താവ്, പിന്നെ മോളി എന്ന് പറയുന്ന ഒരംഗം സത്യവതി. ഇത്രയും പേരുമാണ് ഞങ്ങളെ കണക്കേൽപ്പിക്കാറ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കോർഡിനേറ്റർ കൂടി നഗരസഭ വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു നിയമം ഇല്ല എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ കൊണ്ടുപോയി ഇതേപോലെ സെക്രട്ടറിനെ കോർഡിനേറ്ററിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോർഡിനേറ്ററും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള അഴിമതി അവിടെ നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ 5 പേരും ഇതങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കണക്കുകൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം തന്നെ 11,500 രൂപ 11,500 രൂപ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരെ കണക്ക് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഈ മാസം 4-ാം തീയതിക്കുള്ളിൽ ഇട്ട്. കാരണം 30-ാം തീയതി ഇടണമെന്നായിരുന്നു. പിന്നെ അവധിയൊക്കെ ആയത് കാരണമാണ് 4-ാം തീയതി ഇരുന്ന് ആയിപ്പോയത്. അവധിയെല്ലാം കഴിഞ്ഞ് 4-ാം തീയതി കണക്ക് കാണിച്ചു. പക്ഷേ 4-ാം തീയതി കണക്ക് കാണിച്ച് സാലറി എഴുതാൻ കൊടുത്ത സമയത്ത് കോർഡിനേറ്റർ പറഞ്ഞ് ഇതിനകത്ത് 11,500 രൂപ കണക്ക് കുറവ് കാണിക്കുന്നു, അത് ഞങ്ങൾ ഇടേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് തെളിവ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഇട്ടതിൻ്റെ റെസിപ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ കുറവ് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് തരാതിരിക്കുന്ന ഭാഗത്തു നിന്നാണ്. അത് ഞങ്ങൾ വണ്ടിയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമിച്ച് ഞങ്ങൾ സമ്മതിച്ചില്ല. അത് ചോദിച്ചതിൻ്റെ പേരിൽ ഞങ്ങളോട് ഇപ്പോഴത്തെ ചാർജ് ജയിച്ച് സുജിത് റോയും ഈ കോർഡിനേറ്ററും മറ്റ് അംഗങ്ങളും കൂടി ചേർന്ന് പറഞ്ഞത് അവർ പറയണത് ഞങ്ങൾ അനുസരിക്കണം. അവർ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചെക്കിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെക്കിട്ട് ഒപ്പിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 5 പേരെയും പുറത്താക്കുമെന്ന് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. എന്തായിരുന്നാലും ഇവരത് കാണിച്ച് ഞങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ മാനസികമായിട്ട് അതിനകത്തിട്ട് നല്ലതുപോലെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ സോണിൽ ഇറങ്ങാൻ വയ്യ. ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ നേരെ ആരോപിച്ചിരിക്കുന്നത്. നഗരസഭയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒപ്പിടണ്ട, ഞങ്ങളുടെ കാര്യത്തിൽ സെക്രട്ടറി എന്തോ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടുകയും വേണ്ട, ഞങ്ങൾ ജോലിക്ക് ഇറങ്ങണ്ട. ഞങ്ങളത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ കുതിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ ഷൗട്ട് ചെയ്ത് ഞങ്ങൾ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാക്കി. ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ലൈവ് വരെ എടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നത്. അപ്പം ഇതിനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം, ഈ അഴിമതി ഇനി അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ മേലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെയൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിനായിട്ട് ഇറങ്ങണതും. ഞങ്ങൾ മീഡിയ വഴിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ മീഡിയക്കാരെല്ലാം ഞങ്ങളെ കൈ ഒഴിയണ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. കോർപ്പറേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഇതായിട്ട് പരാതി കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് അവിടെ 2 തവണ നമ്മൾ പരാതി കൊടുത്തു. ഒരു തവണ അവർ ആദ്യം കൊടുത്ത സമയത്ത് അവിടെ നിന്ന് ആൾ വന്നായിരുന്നു അന്വേഷണത്തിന്. വന്ന സമയത്ത് ഈ മിനി മാഡം ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. അത് ആ സാറിനും ബോധ്യമായതാണ്. എന്നിട്ട് വാർഡിലെ HI ഷമ്മി എന്ന് പറഞ്ഞ സാറ് വന്നവരോട് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി മാഡം ഇന്ന് വന്നിട്ടില്ല, ആളിന്ന് ലീവാണെന്ന് പറഞ്ഞു. പക്ഷേ മാഡം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി ഉൾപ്പെടെ വന്നവരെ കാണിച്ച് അത് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പക്ഷേ അവരും നഗരസഭയ്ക്ക് ഇത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അവരെന്തെങ്കിലും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ നമ്മളത് പിന്നെ ഞങ്ങൾ വിജിലൻസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതും 14-ാം തീയതി ഞങ്ങളോട് വിളിക്കാനാണ് അവിടെ നിന്നും പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. QR കോഡ് ഇപ്പം പുതിയ ആപ്പാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും അൺഇൻസ്റ്റാൾ ആവും. അങ്ങനെ കുറേ കംപ്ലയിൻറ്റുകൾ വരുന്നത് കാരണം ഞങ്ങൾക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല കഴിഞ്ഞ മാസം വരെയും. ഈ മാസം തൊട്ട് കറക്റ്റ് ചെയ്യണം, ലിങ്ക് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരിപ്പം ഈ 1-ാം തീയതി മുതൽ ഞങ്ങൾ 5 പേരും റൂട്ട് ഇറങ്ങിയിട്ടില്ല. ഒരാൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം അവധി കഴിഞ്ഞ് പിന്നെ ലോഡിങ് ഉണ്ടായിരുന്നു. ലോഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പ്രശ്നങ്ങളും എല്ലാം വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ 5 പേര് ഇറങ്ങിയിട്ടില്ല. പക്ഷേ അവരെ ഭാഗത്ത് നിൽക്കുന്ന 5 പേരെ അവരിപ്പോൾ സേവ് ചെയ്യണമുണ്ട്. കാരണം അവർ തന്നെ റൂട്ടിൽ പോയി QR കോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വീടുകളിൽ സർവീസ് കൊടുത്താണ് നമ്മൾ QR കോഡ് ചെയ്ത് പേയ്മെൻറ്റ് വാങ്ങുന്നത്. പക്ഷേ ഇവർ ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ അവർ സോണലിരുത്തി അവരെ കൊണ്ട് റൂട്ടിൽ പോകാതെ അവരെ ബുക്കുകൾ വെച്ചിട്ട് TC നമ്പർ വെച്ചും കൊണ്ട് തന്നെ അവർ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ അവർ 5 പേര് ജോലി ചെയ്യുന്നതെന്ന് തെളിവ് അവർ നഗരസഭയ്ക്ക് കാണിക്കുന്നു. നമ്മളെ QR കോഡ് നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്, ഞങ്ങൾ റൂട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. ഇനി ഈ അന്യായത്തിന് കൂട്ടി നിന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്നലെ മീറ്റിങ്ങിൽ ഇവർക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ജയിച്ചമാർക്ക്. അതിപ്പോൾ ദിവസം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ വാർഡ് ജയിച്ച അയാളെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അഴിമതിക്ക് കൂട്ടി നിൽക്കില്ലാന്നും ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നു. കാരണം ഞങ്ങൾ 5 പേർക്കും നെഞ്ചോട് ഇടിച്ച് തന്നെ ഞങ്ങൾ അടിച്ച് തന്നെ പറയും, ഞങ്ങൾ റൂട്ട് ബുക്ക് വരെ ഞങ്ങൾക്ക് കാണിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളെ റൂട്ട് ബുക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണം. ഓരോ ദിവസം ഞങ്ങൾ എടുക്കുന്ന യൂസർ ഫീ ആയിരുന്ന പോലും ഞങ്ങൾ ബില്ല് ഉൾപ്പെടെ ഞങ്ങൾ ചെയ്യണം. ഞങ്ങൾ റൂട്ടിൽ പോകുന്ന വീടുകളിൽ സ്ഥാപനങ്ങളിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം. ഞങ്ങളുടെ മേലെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾ 5 പേരും പേരിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനായിട്ട് ഇനി ഇറങ്ങൂല. പക്ഷേ ഇവരുടെ കംപ്ലയിൻറ്റുകൾ വരെയും എന്നിട്ട് ഓരോ റെസിഡൻസിൽ നിന്ന് വരെയും കംപ്ലയിൻറ്റ് ഇവർ നേരെ വന്നിട്ട് പോലും അതിന് നടപടി അവരെടുക്കുന്നില്ല. കാരണം അവർ അഴിമതിക്ക് അവർ 5 പേരും കൂട്ടാണ്.
അപ്പം ആ അഴിമതിക്ക് ഞങ്ങൾ കൂട്ടി നിൽക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പുറത്താക്കാൻ നോക്കുന്നത്. ഈ 4 ലക്ഷം പോയ സമയത്ത് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ആരും ഇതിനൊരു ഇതും ഇപ്പതാ ഇത് തന്നെയാണ് വീണ്ടും നടക്കുന്നത്. നമുക്കെതിരെ എന്തെങ്കിലും മിനി മേഡം പറഞ്ഞ കാര്യമാണ്, എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ പേരെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് മേഡം പറയുന്നത്. ഇപ്പം ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഇതാണ് വരുന്നത്. മിനിമേഡം എന്ന് പറയുന്ന മേഡം പല തവണ ഞങ്ങൾ ഈ കണക്കിൻ്റെ കാര്യം റൂട്ട് പോണ ഇതൊക്കെ ചോദിക്കുമ്പോൾ മേഡം ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കണ്ട, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഈ തിരുത്തി തന്നെ പറഞ്ഞു കുറേ ജാതികളെ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുള്ളൂ, നിൻ്റെയൊക്കെ ഈ ജാതികളെ ഇങ്ങനെ തന്നെ പട്ടികളെ പോലെ നീയൊക്കെ വന്ന് ഞാൻ ഇപ്പോൾ ഈ രണ്ട് ദിവസം ഞാൻ വന്ന് കരഞ്ഞുകൊണ്ടാണ് സാർ ഇറങ്ങിപ്പോയത്. കാര്യം നീയൊക്കെ പട്ടികളല്ലേ, കുറേ പട്ടികളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് തിരിച്ച് തന്നെ മേഡം പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു നീതി ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. 5 ദിവസമായി ഞങ്ങൾ റൂട്ട് പോയിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് ഞങ്ങൾ ഈ നിമിഷം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ബുക്ക് എടുത്ത് നിങ്ങൾക്ക് നോക്കാം. ഇത്രയും ഇതായിട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നീതിയും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വേറെ എങ്ങും പോയി പറയാനില്ല.